ഹായ് ഗൈസ്, നമ്മളിൽ നിന്ന് ട്രാവലിംഗ് നടത്താൻ പോവുകയാണ്. അതായത് മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. പയ്യന്നൂർ സെക്ഷനിലേക്കാണ് നമ്മൾ പോയത്. പയ്യന്നൂർ മെമ്പറിലിട പാർക്കിംഗ് സൗകര്യം ആക്കുന്നുണ്ട്. നമ്മൾ പാർക്കിംഗ് സെക്ഷൻ അപ്പുറമായിരുന്നു വെച്ചിട്ടുണ്ടായത്. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് പോവുകയാണ്. ഒരുപാട് വണ്ടിയുണ്ട്. അപ്പം സ്റ്റേഷനിലെത്തിയിട്ട് ടിക്കറ്റിനെടുത്തു. അച്ഛൻ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നു. അവസാനം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ ശേഷം ട്രെയിൻ കുറച്ച് ലേറ്റ് പറഞ്ഞു. അപ്പം നമ്മൾ ഇപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ മുത്തപ്പൻ്റെ ഒരു തെയ്യമുണ്ടായിരുന്നു, അവിടെ പോയി നിന്നു. പിന്നെ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ എത്തി. അവിടെ കുറേ സമയം ഒക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് ട്രെയിനൊക്കെ വന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ട്രെയിൻ വരാൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്രെയിനിൻ്റെ വരവിനനുസരിച്ചിട്ട്. അപ്പം ഞാനും എൻ്റെ അനിയനും മൊബൈലിൽ ഗെയിം കളിക്കാൻ തുടങ്ങിയ പിന്നെ ഇതുപോലെ നിർത്തില്ല. അപ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല, വണ്ടി വന്നതും പോകുന്നതും ഒരേ ഗെയിമിലായിരുന്നു. പിന്നെ കുറച്ച് ഗെയിമൊക്കെ നിർത്തി വെച്ചിട്ട് കുറേ ട്രെയിൻ അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ട്രെയിൻ ഒരുപാട് വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ റെയിൽ കടക്കുന്നത് ശരിയല്ല കേട്ടോ. അത് പെട്ടെന്ന് ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ അപകടത്തിന് സാധ്യതയുണ്ട്. പിന്നെ ഒരു നായിനെ കണ്ടു. അതിൻ്റെ കുട്ടികളുണ്ട്, ഇതിലെല്ലാം പോകുന്നുണ്ടായിരുന്നു. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തൊക്കെ. പിന്നെ അങ്ങനെ രാത്രി കുറേ സമയം കാത്തിരുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ അനിയൻകുട്ടൻ നടന്ന് ഭരതനാട്യം നടത്തുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന അനിയൻകുട്ടൻ അറിയില്ല, പെട്ടെന്ന് ചമ്മിപ്പോയി ഇങ്ങോട്ട് നോക്കിയിട്ട് ചമ്മിപ്പോയി. പിന്നെ നമ്മുടെ ട്രെയിൻ എത്തി, നമ്മൾ പോയാണ്. മുമ്പത്തെ ഫസ്റ്റ് നടന്ന് ഓടിയാന്ന് കേട്ടോ, ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റേ ഓടി. അപ്പം ട്രെയിനിൽ തിരക്കാനും ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിനിൽ കയറി. പിന്നെ നമ്മൾ പഴയ വഴിയിൽ ഇറങ്ങി ഗെയിം കളിക്കലായി. കുറേ ദിവസം ഗെയിമൊക്കെ കളിച്ചാടിയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മയും അനിയും കൂട്ടിയുള്ള നന്നായി കടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഞാനും കുറച്ച് സമയം ഉറങ്ങി, പിന്നെ എഴുന്നേറ്റു. അച്ഛൻ ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ പല സ്റ്റേഷനും കടന്നു പോയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഓരോരോ സിറ്റിയും കാണാൻ വേണ്ടിയിട്ട്. രാത്രിയിൽ ഏതൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത് ഏത് സ്റ്റേഷനിൽ നിന്ന് നോക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. അതിൽ നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷെ വലിയ റൂമായിരുന്നു. നമ്മൾ ലോഡ്ജിലത്തെ ആളെ പറ്റിച്ചു. റൂം എവിടെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ എമൗണ്ടായിരുന്നു നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ മാത്രമേ പോകാൻ പറ്റിയിട്ടുള്ളൂ. പൈസ കുറവായതുകൊണ്ട് മുരുടേശ്വരം അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിട്ട. അതെല്ലാം 12 മണിക്കൂറിലെ ഇതായിരുന്നു. രാവിലെ കുളിച്ച് വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ മൂകാംബിക അമ്മയുടെ നടയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ പോകുമ്പം അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ വേഗം ക്യൂ നിന്ന് നമ്മളെ നിന്നിട്ട് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുകയാണ്. മൂകാംബിക വിളിച്ച് ഞാനും അച്ഛനും അനിയനൊക്കെ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ അമ്മ അതിന് മുമ്പേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂകാംബികയിലെ ഉള്ളിൽ കയറി. ഉള്ളിലൊരു അമ്പലമുണ്ട്, അതിൽ കയറാൻ ക്യൂ നിൽക്കണം. അങ്ങനെ ക്യൂ നിന്ന് ഉള്ളിലേക്ക് കയറിയാണ് കേട്ടോ. അനിയൻകുട്ടനും അച്ഛനൊക്കെ ഡ്രസ്സൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ നടയിലേക്ക് കയറുകയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വ്ളോഗ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മളിവിടെയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് സമയമൊക്കെ ഇരുന്നോടെ ശേഷം ഈടെ കുട്ടികളെ എഴുതിക്കായിരുന്നു. അക്ഷരാഭ്യാസം ചെയ്യാൻ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കൊച്ചു നല്ല കുഞ്ഞുങ്ങളായിരുന്നു എഴുത്തിനിരിക്കാൻ വന്നിട്ടുണ്ടായത്. പിന്നെ അവിടെ കുറച്ച് സമയം പൂജയൊക്കെ കണ്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. എനിക്കറിയാം ഫോട്ടോഷൂട്ടൊക്കെ കളിച്ച് മൂകാംബിക അമ്മയുടെ നടയിൽ നിന്നിട്ട്. പക്ഷെ മൂകാംബിക അമ്മയുടെ നട അപ്പം ക്ലോസ് ആയിരുന്നു. നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഇങ്ങനെ അതിലൊക്കെ നടക്കുമ്പോഴായിരുന്നു നമ്മൾ കളരിപ്പയറ്റ് കണ്ടത്. ഇത് പയറ്റ് കണ്ടു. കളിക്കാന്നില്ല വരെ ഇല്ലൊരു കളരിപ്പയറ്റായിരുന്നു. നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കണ്ട് ഒരുപാട് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ മുമ്പിലുള്ള ഒരു കുട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കണ്ട് കുറേ സമയം ഇരുന്നു. ജീരയൊക്കെ എടുത്ത് ഇരുന്നു. ഞാനും അമ്മയും അപ്പുറത്തെ തെറ്റത്തുണ്ട്, കാണുന്നുണ്ടാവും. പിന്നെ അതിന് മുമ്പിൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നല്ല പശുക്കിടങ്ങൾക്ക് നമ്മൾ പുല്ലൊക്കെ കൊടുക്കുകയായിരുന്നു കേട്ടോ. അമ്മ പുല്ലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പശുവിനൊക്കെ തൊടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തൊട്ടു. അങ്ങനെ പിന്നെ പുറത്ത് ഇവിടെ ചെരുപ്പ് വെച്ചിട്ട് ഉള്ളിൽ കയറാൻ പാടില്ല കേട്ടോ. നമ്മൾ പുറത്ത് ചെരുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വരുമ്പോഴത്തേക്ക് ചെരുപ്പില്ല. അപ്പോഴത്തേക്ക് അപ്പുറം ചെരുപ്പ് പൈസ എടുത്ത് വെക്കുന്ന ടീമുണ്ടായിരുന്നു അവിടെ. അവർ നമ്മളെ ചെരുപ്പ് വാരിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോകുമ്പോൾ പൈസ കൊടുത്തിട്ടായിരുന്നു ആ ചെരുപ്പ് വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായത്. അവർ പുറത്ത് വയ്ക്കേണ്ട, ഇവിടെ പൊതു സ്ഥലങ്ങളിൽ ചെരുപ്പ് വയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിത് അറിയില്ലായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് മടങ്ങിയാണ് കേട്ടോ. റൂമിൻ്റെ അവർ നല്ലോണം നമ്മളെ പറ്റിച്ചു. 12 മണിക്കൂറേക്ക് 3000 രൂപക്കായിരുന്നു ഇവിടെ വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ തിരിച്ച് നമ്മൾ മൂകാംബിക അമ്മയുടെ ഭക്ഷണശാലയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. നല്ല ഭക്ഷണം തന്നെയായിരുന്നു. പായസം കൂടിയുള്ള ഭക്ഷണമായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ലോഡ്ജിലിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് മൂകാംബിക അമ്മയെ വിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. 4 മണി വരെ സമയമുള്ളൂ, 12 മണിക്കൂർ. ഇന്ന് രാത്രിക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും പോവുകയാണ്. ഇവിടെ ഒരുപാട് കാട്ടിൽ കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു നായ അവരുടെ കുട്ടി പോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ കുട്ടിയല്ല കേട്ടോ, അത് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു, പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെയാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നായ്ക്കുട്ടിയായിരുന്നു. അപ്പോൾ ട്രെയിൻ വരുന്നതും കാത്തു നിൽക്കുകയാണ്. ട്രെയിൻ വരാറായെന്നുള്ള സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഗുഹേനുള്ള നല്ലൊരു മീനിനുള്ള ലൈറ്റ് പോലെ ആ ട്രെയിൻ വരുന്നില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിലൊരു സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ.